ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയും മരുമക്കളും കൂടെ ഉണ്ണുന്നത് കണ്ടു നിൽക്കുകയാണ് കേട്ടോ, രവിയും മക്കളും കൂടെ. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വരിക. ഇനി വല്ലതും വേണോ മാഡം എന്ന് രവി ചോദിക്കുമ്പോൾ, അതിന് നിങ്ങളാണോ ഇവിടുത്തെ വിളമ്പുകാര് എന്ന് ചോദിക്കാട്ടോ ചന്ദ്ര. ഞങ്ങളെ വേണമെങ്കിൽ വിളമ്പുകയും ചെയ്യും, എന്താ വേണ്ട എന്ന് പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എന്നാ പിന്നെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെ പോന്നോട്ടെ എന്ന് പറയുമ്പോഴേക്കും രവി പറയും, മക്കളെ എല്ലാരും കിച്ചണിലോട്ട് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ കിച്ചൺ എന്ന് കേട്ടതും നമ്മുടെ ശ്രുതി ആകെ അന്താളിച്ച് നിൽക്കുകയാണേ. അയ്യോ കിച്ചണോ എന്ന് പറഞ്ഞിട്ട് അന്നേരം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വിളമ്പാൻ വേണ്ടിട്ടോ കിച്ചണിലേക്കോ? ഞാനെങ്ങൂല്ല, ഞാൻ ഒരു ബിസിനസ് തൈക്കൂണ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി, ഓ ഒരു ബിസിനസ് തൈക്കൂൺ, വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ കിച്ചണിലാണെങ്കിൽ നമ്മുടെ ബീരാൻ ഉണ്ടല്ലോ. ഇവരെ കണ്ടതും ബീരാൻ ഒരു പഴയ പത്രം എടുത്ത് വായിക്കാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട്, അത് ഇന്നത്തെ പത്രമല്ല ചേട്ടാന്ന്, പഴയതാന്ന് പറയുമ്പോൾ പഴയ പത്രയോ ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഭയങ്കര വായനയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നതാണെങ്കിൽ സാമ്പാറിന്റെ ബക്കറ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ കുറച്ചേ ഉള്ളൂ, കുറച്ചുകൂടെ ഒഴുക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. ആ നേരായിരിക്കും ആ കാഴ്ച കാണുന്ന കേട്ടോ നമ്മുടെ ശ്രുതി. ബീരാൻ പേപ്പർ വായിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, ബീരാനെ കണ്ട് ഞെട്ടിയിരിക്കാന്നാണ്. പക്ഷെ അതൊന്നല്ല സംഭവം. ആ പേപ്പറിലെ ഒരു വാർത്ത കണ്ടിട്ടാണ് ഈ പൊട്ടൻ ശ്രുതി ബീരാന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് വായിക്കും, ചെറിയച്ഛനും മരുമോളും സ്വത്ത് കൈക്കലാക്കി ഇങ്ങിയിരിക്കുന്നു. അതും മരുമോളുടെ ചെറിയച്ഛൻ. ചെറിയച്ഛന്മാരെ കൊണ്ടുള്ള ഒരു ഗതികേട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാട്ടോ. അന്നേരം ബീരാന്റെ അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാലോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബീരാനാണെങ്കിൽ ഒരു ബിരിയാണി ചെമ്പിന്റെ അടിയിൽ ഇരിക്കൂട്ടോ. അന്നേരം നമ്മുടെ സച്ചി കിച്ചണിലോട്ട് വന്നിട്ട്, അച്ഛനെ മരുന്ന് കുടിക്കാനാ ചെറിയ ചൂടുള്ള വെള്ളം വേണം ചേട്ടാന്ന് പറഞ്ഞിട്ട് ഒരുത്തനോട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊക്കെ സമാധാനത്തിലിരിക്കട്ടോ ബീരാൻ. അന്നേരം അതിലൊരു വെപ്പുകാരൻ ഫോണും വിളിച്ചുകൊണ്ട് ഈ ചെമ്പിന്റെ മുകളിൽ വന്നിരിക്കുകയാണേ. പിന്നീട് നമ്മുടെ സച്ചിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്ന നേരത്ത് അവിടെ 2-3 പേര് സംസാരിച്ചിരിക്കുന്നത് കേൾക്കുവേ. മാളു ഗർഭിണി ആയതുകൊണ്ടാണ് പെട്ടെന്ന് കല്യാണം നടക്കുന്നതെന്നും അങ്ങനെ കുറച്ച് സംസാരം. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച, എടാ എന്നും പറഞ്ഞിട്ട് തല്ല് കിട്ടുകയാണ് അയാൾക്ക്. നീ ഇപ്പൊ സംസാരിച്ചതേ എന്റെ പെങ്ങളെ കുറിച്ചാ, കല്യാണം നന്നായിട്ട് നടക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നേ എന്ന് പറയാണ് കേട്ടോ. മാളുവിനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് നീ നടന്നു പോയില്ല, എഴഞ്ഞായിരിക്കും പോവേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോകുന്നതാണേ.